വേടനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വേടൻ ആവിഷ്കരിക്കുന്ന കല അല്ലെങ്കിൽ സംഗീതം, അതിന് സ്വീകരിച്ചിട്ടുള്ള മാധ്യമം, അത് പലരെയും ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റാപ്പ് മ്യൂസിക്, അതാണ് വേടൻ തൻ്റെ ആവിഷ്കാരത്തിനായിട്ട് സ്വീകരിച്ചിട്ടുള്ള സംഗീത ഉപാധി. ഈ റാപ്പ് മ്യൂസിക്കിലൂടെ അദ്ദേഹം സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിൽ ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ റാപ്പ് മ്യൂസിക്കിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്ന വിഷയങ്ങളാണ് മറ്റുള്ളവരെ ചൊടിപ്പിക്കുന്നത്. മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇന്ന് വേടനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് സംഘപരിവാര ശക്തികളാണ്. അതിന് മുൻപന്തിയിൽ തന്നെ ശശികല പോലെയുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകളുണ്ട്. ഇവരെ ചൊടിപ്പിക്കാൻ കാരണം ചാതുർവർണ്ണ്യം എന്ന സമ്പ്രദായത്തിനെതിരെയാണ് ഈ വേടൻ തൻ്റെ സംഗീതത്തിലൂടെ സംസാരിക്കുന്നത് എന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വർണ്ണവ്യവസ്ഥ, ചാതുർവർണ്ണ വ്യവസ്ഥ മനസ്സിൽ കൊണ്ടു നടന്ന് താലോലിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളാണ് വേടനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. ചാതുർവർണ്ണ്യം എന്നുള്ളത്, അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ എന്നുള്ളത് കേരള സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. പുറമേക്ക് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുറമേ അത് പ്രകടിപ്പിക്കാനും പാടില്ല. താഴ്ന്ന ജാതിക്കാരനെ പേര് അധിക്ഷേപകരമായി വിളിക്കുകയോ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയോ ചെയ്താൽ അത് വലിയ കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടും. ഏത് കൊലകുത്തിയ തമ്പുരാന്മാരാണെങ്കിലും ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ അകത്ത് പോകും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ പ്രകടമായിട്ട് ജാതി പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല, പ്രകടിപ്പിക്കാനും പാടില്ല. അതെല്ലാവർക്കും അറിയാം.